വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വന്നത്, അത് ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ഇഫക്റ്റ് ചെയ്യുന്നത്, നിങ്ങളെ കരിയർ വൈസ് ആണോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണോ, അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങളെ ഇത് ഇഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി ഇഫക്റ്റ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതും കൂടി നോക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ 2 പിക്ചേഴ്സ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റീഡിംഗ് കാണാം. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. ഫയൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലോട്ട് പോകാം. Ten of Cups, Ace of Pentacles, Three of Pentacles, Eight of Swords. നല്ല രീതിക്ക് തന്നെ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടല്ലോ. Fool, Three of Swords, Seven of Cups, King of Cups, Knight of Cups, Knight of Swords, Two of Pentacles, Nine of Wands, Ace of Cups ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത്. New vision, creativity, breakthrough, transformation, richness. ബോട്ടം ഓഫ് ദ ഡെക്ക് മൈൻഡ് ആണ് വന്നിരിക്കുന്നത്. ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് നോക്കുന്നത്. ഇവിടെ നല്ല രീതിക്ക് തന്നെ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. അത് ബ്ലാക്ക് മാജിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പേരിൽ നിന്നും നിങ്ങൾക്ക് ഈ ബ്ലാക്ക് മാജിക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മേ ബി ശത്രുക്കൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും. നിങ്ങളോട് താല്പര്യമില്ലാത്ത ആൾക്കാർ, നിങ്ങൾ നന്നാവരുതെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഈ ബ്ലാക്ക് മാജിക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങളുടെ ഫാമിലി വഴി വരുന്നതാണ്. അതായത് നിങ്ങൾക്കായിട്ടല്ല ഈ ഒരു ബ്ലാക്ക് മാജിക് വരുന്നത്, നിങ്ങളുടെ വീട്ടിൽ, അതായത് നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പാരൻസിന് കിട്ടിയതായിരിക്കാം. അങ്ങനെ പാരൻസിന് വേണ്ടി ചെയ്തത് നിങ്ങളെയും ഇഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ അടുത്തുനിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാരൻസിന് മേ ബി ഒരുപാട് ശത്രുക്കളുണ്ടാവാം. അപ്പോൾ അവർ നിങ്ങളുടെ ഫാമിലി വൈസാണ് ചെയ്തിട്ടുള്ളത്. അവരോട് വന്ന ശത്രുതയാണ് നിങ്ങളിലേക്കും വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളെയും ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയാണ് ഇത് നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവിടെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി പ്രവർത്തിക്കാത്തത് കൊണ്ട്, ക്രിയേറ്റീവ് എനർജി എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. അവിടെ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഒരു നല്ല രീതിക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരു ക്രിയേറ്റീവ് എനർജി ഉണരുമ്പോഴാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയെ ഇത് നല്ല രീതിക്ക് തന്നെ ഡൗൺ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന തീരുമാനങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിലാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് എന്ത് നിങ്ങൾ ചെയ്താലും ചെയ്യണമെങ്കിൽ മാസ്കുലൈൻ എനർജീൻ്റെ പ്രവർത്തനം ഉണ്ടാവണം. അത് പ്രവർത്തനമാണ് മാസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ്കുലൈൻ എനർജി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ ആ പ്രവർത്തനം തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് ആ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവുന്നുണ്ടാവില്ല. മീൻസ് നിങ്ങൾ ഏതെങ്കിലും ബിസിനസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലോ എന്തിലെങ്കിലും നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഗ്രോത്ത് ഈ ഒരു കാര്യത്തിന് ഇല്ലാതെ വരുന്നുണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അവിടെ പ്രവർത്തനം മാത്രമേ നടക്കുന്നുള്ളൂ. ഫെമിനൈൻ എനർജീൻ്റെ കുറവുണ്ട്. ഈ ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് വോണ്ടഡ് ആയിട്ട് നിൽക്കാനുള്ള മെയിൻ കാരണം ഈ കിട്ടിയ ബ്ലാക്ക് മാജിക് ആണ്. കാരണം ഇത് നിങ്ങളുടെ ഫെമിനൈൻ എനർജിയാണ് നല്ല രീതിയിൽ
രീതിക്ക് ബാധിക്കുന്നത്. ശാരീരികമായിട്ട് വലിയ പ്രശ്നം ഇവിടെ കാണാൻ പറ്റുന്നില്ല. ചിലർക്ക് ശാരീരികമായിട്ടും ഈ ഒരു ബ്ലാക്ക് മാജിക്ക് വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ വലിയ രീതിക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ഫെമിനൈൻ എനർജിയെ അവിടെ നല്ല രീതിക്ക് തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഇമോഷണലായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷണലി മെൻ്റലി ഒക്കെയാണ് നിങ്ങളിത് ഇഫക്റ്റ് ചെയ്യുന്നത്. ഫിസിക്കലി വലിയ രീതിക്ക് ഇഫക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ബ്ലാക്ക് മാജിക്ക് നിങ്ങളെ ഫിസിക്കലി ഇമോഷണലി ഇഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മെൻ്റലി വല്ലാതെ തളർത്തുന്നുണ്ട്, ഇമോഷണലി നിങ്ങളെ വല്ലാതെ ഡൗൺ ആക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഈ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് അവിടെ വന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ റിലേഷൻഷിപ്പ് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളെ അത് തളർത്തുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ബ്ലാക്ക് മാജിക് ഇഫക്റ്റിൻ്റെ കാരണമാണ്. അത് ഇപ്പോൾ ഈ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കാരണമല്ല, ഒരു 70% വരുന്നത് ഈ ഒരു കാരണമായിട്ടാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്റ്റക്ക് എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റക്ക് എനർജി ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ബന്ധം മുന്നോട്ട് പോകുന്നുണ്ടാവില്ല. മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതൊക്കെ വരുന്നത് എന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഒരു 70% അതിൻ്റെ കാരണം വരുന്നത് ഈ ഒരു ബ്ലാക്ക് മാജിക് ആണ്. അതല്ലാതെ വേറെയും കാരണങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും മദർ ബോൺസോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കർമ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനേക്കാൾ ഇവിടെ നോക്കുന്നത് ഇപ്പം നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാരണമാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുക. ബാക്കിയുള്ളത് ഇവിടെ വരില്ല, ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഇത് നിങ്ങളെ മാനസികമായിട്ട് മെൻ്റലി വല്ലാതെ തളർത്തുന്നുണ്ട്. കാരണം ഇവിടെ മൈൻഡ് വന്നിട്ടുണ്ട്. മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബായിട്ടാണ് കാണാൻ പറ്റുന്നത്. എത്ര ശ്രമിച്ചാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസോ ഹീലിംഗ് മെത്തേഡോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഫലത്തിൽ വരുന്നുണ്ടാവില്ല. അത് വരാത്തതിൻ്റെ കാരണം മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബാണ്. എന്ത് ചെയ്തു കഴിഞ്ഞാലും അല്ല ഒരു മോട്ടിവേഷൻ വീഡിയോ കേട്ടാലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് മെത്തേഡ് ചെയ്താലോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും. പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് പിന്നെയും നിങ്ങളുടെ മൈൻഡ് അവിടെ കൺഫ്യൂസ്ഡ് ആകാൻ തുടങ്ങും. മൈൻഡ് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും. മൈൻഡിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കാൻ തുടങ്ങും. ഇങ്ങനെ ഹീലിംഗ് ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കിട്ടുന്ന എനർജി ഫ്രീക്വൻസിയിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ഓറയെ കംപ്ലീറ്റ് ഈ നെഗറ്റീവ് എനർജിയാണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓറ ബ്രൈറ്റ് അല്ല. അതാണ് ഈ പ്രശ്നം. അത് ആ ഒരു സമയത്ത് ചെയ്യുന്ന സമയത്ത് മാത്രമേ, ആ ഒരു കുറച്ച് സമയം മാത്രമേ എല്ലാത്തിൻ്റെയും ഇഫക്റ്റ് അവിടെ നിൽക്കൂ. അതായത് ഈ മെഡിറ്റേഷൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹീലിങ്ങോ അതിൻ്റെയൊക്കെ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് സമയം മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. ബാക്കി പിന്നെ അത് ആ ഓറ പിന്നെയും പഴയ പോലെ ആയി. അത് ഓറ എപ്പോഴും ഈ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഏസ് ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഓവർഫ്ലോ ആയിട്ടുള്ള ഇമോഷനാണ് കാണാൻ പറ്റുന്നത്. അതായത് ഇമോഷനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഏസ് ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ഇമോഷണൽ ഫ്ലോ ആണ് നടക്കുന്നത്. അതായത് ഒരുപാട് ഓവറായിട്ട് ഇമോഷൻ അങ്ങ് ഫ്ലോ ചെയ്യുകയാണ്. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഫെമിനൈൻ എനർജിയാണ് ഈ ഇമോഷനെ കാണിക്കുന്നത്. അത് ഓവർഫ്ലോ ആയിട്ടാണ് വരുന്നത്. അത് വൂണ്ടഡ് ആയതുകൊണ്ടാണ് അതൊരു ബാലൻസിൽ നിൽക്കാത്തത്. ആ ഒരു ഫെമിനൈൻ എനർജി വൂണ്ടഡ് ആയതുകൊണ്ട് അത് മീൻസ് ഇവിടെ നെഗറ്റീവ് എനർജിയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതങ്ങനെ ബാലൻസിൽ നിൽക്കാത്തത്. ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിളും കാണിക്കുന്നത് ബാലൻസ് ഇല്ലായ്മയാണ്. അത് നിങ്ങളുടെ ഇമോഷൻസിൻ്റെ ബാലൻസ് ഇല്ലായ്മ കാണിക്കുന്നുണ്ട്. ഇവിടെ 3 ഓഫ് സോഡ്സ് ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇമോഷണൽ ഇംബാലൻസിങ്ങിനെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അത് ഈ ഒരു 2 ഓഫ് പെൻറ്റക്കിൾ കാണിക്കുന്നത് ഫിനാൻഷ്യൽ ഇംബാലൻസിനെയും കാണിക്കുന്നുണ്ട്. 2 തരത്തിലുള്ള ഇംബാലൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇംബാലൻസ് ഉണ്ട്, രണ്ടാമത് നിങ്ങൾക്ക് ഇമോഷണലി ഇംബാലൻസ് ഉണ്ട്. അപ്പോൾ ഈ ഇമോഷണലി ഇംബാലൻസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ഇൻസിഡൻ്റ് ആണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡ് ആവാതെ അതിൽ ജസ്റ്റ് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്ക് കിട്ടണമെങ്കിൽ അതിൻ്റേതായ കർമ്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു കർമ്മയും ഇല്ലാത്തൊരു പ്യുവർ
സോളാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീനെയൊന്നും അട്രാക്റ്റ് ചെയ്യില്ല. അതായത് നമ്മളെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആണെങ്കിൽ, നമുക്ക് ആ ഒരു ദേവതാ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഇഫക്റ്റ് ചെയ്യില്ല. അതിൻ്റെ ഒരു കുറവ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള നെഗറ്റീവിന് നമ്മളെ പെട്ടെന്ന് തന്നെ ഇഫക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരം ഈ നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഇല്ലായ്മ കൊണ്ടാണ്. ചിലർക്ക് ദേവതാ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും ഈ നെഗറ്റീവ് എനർജി ഉണ്ടാവും. കാരണം കർമ്മഫലം ഉണ്ടാവും. മുൻജന്മത്തിലെങ്ങാനും ചെയ്ത എന്തെങ്കിലും കർമ്മഫലം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അതെന്തായാലും കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടതാണ്. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കർമ്മഫലത്തിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കൽ മാത്രമാണ്. പല പ്രാക്ടീസും ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ചെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ സ്പിരിച്വൽ പ്രാക്ടീസിൻ്റെ ഒക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് ഈ ബ്ലാക്ക് മാജിക് വരുന്നത് കർമ്മഫലമായിട്ടായിരിക്കും. ഒന്നുമില്ലാത്ത ഒരു പ്യുവർ സോളിന് ഒരിക്കലും ഇങ്ങനെയുള്ള ബ്ലാക്ക് മാജിക് ഒന്നും കിട്ടില്ല. അപ്പോൾ എന്ത് നെഗറ്റീവ് എനർജി ആണെങ്കിലും നമ്മളിലേക്ക് വരുന്നത് നമുക്ക് അങ്ങനെ ഒരു കർമ്മയുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള സെയിം എനർജിയെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അത് അട്രാക്ഷൻ നമ്മുടെ ഉള്ളിലുള്ളത് തന്നെയാണ് നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് പുറത്തുനിന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി അങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ഉണ്ട്. നെഗറ്റീവ് എനർജി മീൻസ് കർമ്മഫലമായിരിക്കാം. നിങ്ങൾ എന്തെങ്കിലും മുൻജന്മത്തിലെങ്ങാനും ചെയ്തിട്ടുള്ള കർമ്മയായിരിക്കാം. അത് പുറത്തുള്ള ആ ഒരു നെഗറ്റീവ് എനർജീനെ അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ അവർ ആ ഒരു നിങ്ങളോട് ചെയ്യുന്ന ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം അല്ലെങ്കിൽ അസൂയ അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു നെഗറ്റീവിന് അട്രാക്ട് ചെയ്തിട്ട് വരുന്നതാണ്. അതായത് ഇതെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ ട്രാൻസ്ഫോർമേഷനിലോട്ടേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, ബ്രേക്ക് ത്രോ വന്നിട്ടുണ്ട്, ന്യൂ വിഷൻ, ക്രിയേറ്റിവിറ്റി, റിപ്നെസ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഒരു കണക്കിന് നോക്കിയാൽ ഇതൊക്കെ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു ഉണർവ് വരുവാണ് ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഇൻഫോർമേഷനും കിട്ടാൻ തുടങ്ങും. ഈ ഇൻഫോർമേഷൻ വെച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ നിങ്ങളിൽ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. അതായത് ഈ റിപ്നെസ് കാണിക്കുന്നത്, ഈ റിപ്നെസ് എന്ന് പറയുന്ന കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇൻസിഡൻ്റാണിത്. ഇവിടെ റിപ്നെസ്സിൻ്റെ നമ്പർ 9 ആണ്. 9 എന്ന് പറയുന്നത് എപ്പോഴും പൂർണ്ണതയാണ്. 10 ആണ് പൂർണ്ണത എന്ന് പറയും. പക്ഷേ 9 ആണ് അവിടെ പൂർണ്ണത വരുന്നത്. 9 പിന്നെയും ഒരു സൈക്കിളിലേക്കുള്ള പിന്നെയും പോകുന്നതിൻ്റെ ഒരു ഗ്യാപ്പാണ്, ആ ഒരു ഇൻ്റർവെല്ല് പോലുള്ളൊരു ഗ്യാപ്പാണ് 10 വരുന്നത്. കാരണം 1 0 1 + 0 = 1 ആണ്. അപ്പം പിന്നെയും 1 എന്നാണ് പിന്നെയും തുടങ്ങുന്നത്. അതുകൊണ്ട് എപ്പോഴും 9 ആണ് പൂർണ്ണത. ഈ പ്രപഞ്ചത്തിൽ തന്നെ 9 എന്ന് പറയുന്ന ഒരു നമ്പറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം 9 എന്ന് പറയുന്ന നമ്പറിലാണ് ഈ ഒരു പ്രപഞ്ചം തന്നെ ഉള്ളത്. അതുകൊണ്ട് ഈ 9 എന്ന് പറയുന്ന ഒരു നമ്പറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്നെസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക. ആ ഫ്രൂട്ട് വരുമ്പോൾ, ഒരു ഫ്രൂട്ട് പാകമായിട്ട് വരുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, ആ ഒരു പാകമായിട്ട് വരുമ്പോൾ അത് മരത്തിൽ നിന്ന് താഴെ അടർന്ന് വീഴും. അപ്പോൾ ആ ഒരു പാകമായിട്ട് വീഴണം. അവിടെ പാകമായാൽ മാത്രമേ അവിടെ നിന്ന് വീഴും. അപ്പോൾ ആ ഒരു പാകതയിലേക്ക് നിങ്ങളുടേതായ ഒരു പാകതയിലെത്തണം. ഇവിടെ പാകത എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനെയാണ്, നിങ്ങളുടെ ബെസ്റ്റ് വേർഷനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വേർഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ഇവിടെ ന്യൂ വിഷൻ, ക്രിയേറ്റിവിറ്റി, ബ്രേക്ക് ത്രോ പലതും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ബ്രേക്ക് ചെയ്യാനുണ്ട്. ന്യൂ വിഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ പുതിയൊരു ലോകത്തെ, ഇന്ന് വരെ കണ്ട ഒരു ലോകമല്ലാതെ പുതിയ ഒന്ന് കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ഈ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് ആണ്. ഒരു തരത്തിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നിങ്ങളെ നിങ്ങളുടേതായ ട്രൂത്തിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ്സൊക്കെ. കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ്സൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ സൊല്യൂഷനൊക്കെ അന്വേഷിച്ച് പോകും. ആ അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ഒരു സീക്കർ ആവുന്നത് അപ്പോഴാണ്. അപ്പോൾ ആ അന്വേഷിച്ച് പോകുന്ന വഴിക്കാണ് നമ്മൾ സ്പിരിച്വലി പല കാര്യങ്ങളും അറിയാവുന്നതും അതിൽ ഇൻട്രസ്റ്റ് തോന്നി നമ്മളിലോട്ട് കണക്റ്റ് ആവുന്നതൊക്കെ ഈ ഒരു സമയത്താണ്. അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് സെൽഫിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതൊക്കെ ഈ ഒരു സമയത്താണ്, സെൽഫിനെ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കാം.
പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം എന്നുള്ളത്. അപ്പോൾ ഇത് ഭൂമിയിലൊക്കെ ചിലർ ഇങ്ങനെ എന്തെങ്കിലും വന്ന് നമ്മൾ വീട്ടിൽ പറമ്പത്തൊക്കെ ഇടാം. അപ്പോൾ അതൊക്കെ മാറണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ വെള്ളരിക്കിൻ്റെ ചെടി വച്ച് പിടിപ്പിക്കുക. ഈ ചെടി എന്ന് പറയുന്നത് ദേവതാ സാന്നിധ്യമുള്ള ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടിയുള്ള ഭാഗത്ത് ഒരു നെഗറ്റീവ് എനർജീൻ്റെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ഈ ചെടി അവിടെ നിന്ന് ഹീലാക്കും. അപ്പോൾ വീട്ടിൽ വെള്ളരിക്കിൻ്റെ ചെടി വച്ച് പിടിപ്പിക്കുന്നത് എല്ലാറ്റിനും നിന്നുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. ഒരു നെഗറ്റീവ് എനർജിക്കും ഈ ചെടിയുള്ള ഭാഗത്തുള്ള ഭൂമിയിൽ ഒരു തരത്തിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാക്കില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ഹീലാക്കുന്ന ഒരു ചെടിയും കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ വെള്ളരിക്ക പിടിപ്പിച്ച് വച്ചാൽ അത് നല്ലതാണ്. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. Eight of Swords, Nine of Pentacles, Two of Swords, Seven of Pentacles, Empress, Hierophant, Five of Wands, Seven of Swords, Three of Wands. ഫയൽ നമ്പർ 1 പോലെ തന്നെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എനർജി തന്നെ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെതാണ്. Queen of Pentacles, Four of Cups, King of Cups, Seven of Wands. ബോട്ടം ഓഫ് ദ ഡെക്ക് 10 of Wands ആണ് വന്നിരിക്കുന്നത്. സക്സസ്, നത്തിങ്നെസ്, ടോട്ടാലിറ്റി, സോറോ, കമ്പാരിസൺ. ബോട്ടം ഓഫ് ദ ഡെക്ക് മാസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. ഫയൽ നമ്പർ 2 റീഡിംഗ് ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ ബ്ലാക്ക് മാജിക് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇത് നിങ്ങളെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെവിനെസ് നിങ്ങളുടെ ബോഡിയിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർക്ക് ബോഡിയിൽ അത്ര വലിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കലി നിങ്ങളെ വല്ലാതെ ഇത് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ അമ്മക്കും ഫിസിക്കലി ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ബ്ലാക്ക് മാജിക്ക് കാരണം വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ അമ്മയെയും നിങ്ങളെയും ഇത് വല്ലാതെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇതുവഴി ഒരു ഫിസിക്കലി പ്രോബ്ലം ഇല്ലെങ്കിൽ നിങ്ങളുടെ അമ്മക്ക് ഫിസിക്കലി നല്ല പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫിസിക്കലി ഇത് നിങ്ങളെ രണ്ടുപേരെയും നല്ല രീതിക്ക് തന്നെ ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബോഡിയിലൊരു ഹെവിനെസ്, അതായത് എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അത് ദഹിക്കാത്തൊരവസ്ഥ, ബോഡിയിലൊരു അസ്വസ്ഥത, അങ്ങനെയൊക്കെയുള്ള ഒരു ബോഡിയിൽ വല്ലാത്തൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക. അത് രോഗം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് തന്നെ നിങ്ങളുടെ അമ്മക്കും ആ ഒരു ബോഡിയിലൊരു ഹെവിനെസ്, പിന്നെ എന്തെങ്കിലും രോഗം, ഇടയ്ക്കിടെ എന്തെങ്കിലും പനിയോ ജലദോഷം അങ്ങനെ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരവസ്ഥ, ഇതൊക്കെ ഒരു ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ ഇഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫിസിക്കലി ആണ് ഇഫക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അമ്മയെയും ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നിങ്ങളെ ഫിസിക്കലി ഇഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, കാരണം നിങ്ങളുടെ ശരീരത്തെയാണ് നല്ല രീതിക്ക് ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ സാക്രൽ ചക്രയിൽ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. സാക്രൽ ചക്ര ബ്ലോക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫിസിക്കലി ഈ ഒരു കാര്യം നെഗറ്റീവ് എനർജി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടിനെയും കൂടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ കുട്ടികളില്ലെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇടയ്ക്കിടെ വിട്ടുമാറാത്ത അസുഖം, ഇടയ്ക്കിടെ ഇങ്ങനെ പനി വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി, വൊമിറ്റ് ചെയ്യുക, ഇടയ്ക്കിടെ വൊമിറ്റ് ചെയ്യുക,
പിന്നെ കുട്ടിക്ക് ഒന്നിനും ഒരു ഉത്സാഹം ഇല്ലാത്തൊരവസ്ഥ, അതായത് അവർ സ്മാർട്ട് അല്ലാത്തൊരവസ്ഥ, എല്ലാറ്റിനും ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജിയാണ്. അത് നിങ്ങളെയും നിങ്ങളുടെ മദറിനെയും നിങ്ങളുടെ കുഞ്ഞിനെയും ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കുഞ്ഞുങ്ങളില്ലാത്തവരാണെങ്കിൽ ആ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായ ആൾക്കാർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളെയും കൂടി ഇഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിനാൻഷ്യലി വലിയ രീതിക്ക് ഇത് ഇഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മീൻസ് അധ്വാനിക്കുന്നതിൻ്റെ അത്ര ഫലം കിട്ടുന്നില്ല. പിന്നെ അധ്വാനിക്കുന്നത് കംപ്ലീറ്റ് തെറ്റായ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഡെസ്റ്റിനിയിലുള്ള ഒരു ജോലിയിലല്ല നിങ്ങൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ റൈറ്റ് അല്ലാത്ത ഒരു ജോലിയിലാണ് ഹാർഡ് വർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താലും ആ ഹാർഡ് വർക്കിന് ഒത്തിട്ടുള്ള ഒരു ഫലം, ഒരു വരുമാനം നിങ്ങൾക്ക് വരാത്തത് ഇതുകൊണ്ടാണ്. നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ജോലിയിലല്ല നിങ്ങൾ പോയി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കംഫർട്ട് സോണിലാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ എപ്പോഴും റോങ് ആയിരിക്കും. നമ്മൾ എപ്പോഴാണോ റിസ്ക് എടുത്തിട്ട് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ളൊരു പാഷനിലോട്ടേക്ക് പോകുന്നത്, അതിൽ നമ്മൾ ഹാർഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് അതിനേക്കാൾ അധികം നിങ്ങൾക്ക് അവിടെ ഫലം ഉണ്ടാവും. പക്ഷേ ഇവിടെ കാണിക്കുന്നത് റോങ് ആയിട്ടുള്ളൊരു ജോലിയിലാണ് നിങ്ങൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ഈ നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ പലരുമായിട്ട് വഴക്കിടേണ്ടി വരുന്ന അവസ്ഥ, ഒരു കാരണവുമില്ലാതെ നിങ്ങൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അപ്പോൾ തെറ്റിദ്ധരിച്ചിട്ട് അതിൻ്റെ പേരിൽ അവർ നിങ്ങളോട് വഴക്ക് കൂടുന്നുണ്ടാവാം, അതല്ലെങ്കിൽ മനസ്സിൽ വിദ്വേഷം സൂക്ഷിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി ആണെങ്കിലോ റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസണും ഇത് തന്നെയാണ്. ഇത് ഒരു 70% വരുന്നത്. ബാക്കിയുള്ള റീസൺ വേറെ ഉണ്ടാവും. എന്തെങ്കിലും മുൻജന്മ കർമ്മയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഉള്ള കർമ്മയോ വരുന്നുണ്ടെങ്കിൽ അത് വേറെ വരും. ഇത് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം ഞാൻ റീഡ് ചെയ്യുന്നത്. അത് ഈ പ്രശ്നങ്ങളൊക്കെ മറ്റു കാരണങ്ങൾ കൊണ്ടും വരും. എന്നാലും ഒരു 70% നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം ഈ ബ്ലാക്ക് മാജിക് ഇഫക്റ്റാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത പലതും ഉണ്ടാവാം. അത് ഒരു സ്ഥാനമായിരിക്കാം, ജോലിയിലൊരു സ്ഥാനമായിരിക്കാം, അതല്ലെങ്കിൽ പുതിയ വീടെടുക്കുക, അല്ലെങ്കിൽ മറ്റേതൊരു റിലേഷൻഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ നേടിയെടുത്ത പല കാര്യങ്ങളും ഉണ്ടാവാം. അത് വസ്തുക്കളായിരിക്കാം, എന്ത് തന്നെ ആയാലും അങ്ങനെ നേടിയെടുത്ത കാര്യങ്ങൾക്ക് പലർക്കും നിങ്ങളോട് അസൂയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നേടിയെടുത്ത കാര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട്, അതായത് ഒരു പെടാപ്പാട് പെടുന്ന അവസ്ഥ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതൊക്കെ വരാനുള്ള കാരണം ഈ നെഗറ്റീവ് എനർജിയാണ്. ഉള്ളതിനെ തന്നെ നിലനിർത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. പിന്നെ ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. മേ ബി ബിസിനസ്സിലോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കും, അത് എവിടെയും എത്താത്തൊരവസ്ഥയിലുണ്ടാവാം. പക്ഷെ എന്നാലും നിങ്ങൾക്കത് കംപ്ലീറ്റ് ഒഴിവാക്കാനോ പറ്റുന്നില്ല. അതായത് നിങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങിയതായിരിക്കാം, അതും ഒരു സക്സസ്സിൽ എത്തുന്നില്ല. അതിനൊക്കെ കാരണം ബ്ലോക്കായിട്ട് നിൽക്കുന്നത് ഈ ഒരു എനർജിയാണ്. പിന്നെ നിങ്ങൾ സക്സസ്സിലോട്ടേക്ക് വരേണ്ട ഒരാളായിട്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതെന്ന് വെച്ചാൽ ഈ നെഗറ്റീവാണ്. പിന്നെ ചിലർക്ക് ഇവിടെ എല്ലാം നേടിയിട്ടുണ്ടാവും, പക്ഷേ ഒരു സംതൃപ്തിയില്ല, ഒന്നിനും ഒരു മനസന്തോഷം കിട്ടുന്നില്ല. അത് എന്തൊക്കെ നേടിയാലും അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ടെൻഷൻ, ഇങ്ങനെയൊക്കെ വന്ന് പല കാര്യത്തെക്കുറിച്ചും ആലോചിച്ചുള്ള ടെൻഷൻ ഇങ്ങനെയൊക്കെ വന്ന് ഒരിക്കലും നിങ്ങൾ എത്രയും ആഗ്രഹിച്ചിട്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ എപ്പോഴും അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അനുഭവം വരാത്തതും ഇത് കാരണമാണ്. പിന്നെ പലരും നിങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്, അത് അസൂയ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു അസൂയ എന്നുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പല രീതിക്കുള്ള നെഗറ്റീവ് എനർജി, നിങ്ങൾക്കിവിടെ ബ്ലാക്ക് മാജിക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് അസൂയ വരുന്നുണ്ട്, ദൃഷ്ടിദോഷം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് റിച്ച് ആയിട്ടുള്ള ആളായിരിക്കാം, റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം, നല്ല ജോലിയുള്ള ആൾക്കാരായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക്
വളരെ ബുദ്ധിമുട്ടാണ്. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും, ഒരു മനസ്സന്തോഷവും ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ പുറമേ കാണുന്നവർക്ക് നിങ്ങൾ ഭയങ്കര എല്ലാം തികഞ്ഞ ഒരാളായിട്ടാണ്, അതായത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള, ഭയങ്കര എല്ലാം റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും അതേസമയം കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ പുറമേ നിന്ന് ആൾക്കാർ അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളോട് അസൂയ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിവിടെ നല്ല രീതിക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്ലാക്ക് മാജിക്കും ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ പല്ലി ചലച്ചു, പല്ലി കരയുന്ന കേട്ടോ, അതൊക്കെ ഒരു നിമിത്തമാണ്, പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു നിമിത്തമാണ് അതൊക്കെ. നമ്മൾ ചില ബേർഡ്സ് ഞാൻ റീഡ് ചെയ്യുമ്പോൾ പലപ്പോഴും പൂച്ച കരയാറുണ്ട്. കഴിഞ്ഞ റീഡിങ്ങിലും പല്ലി ഇതുപോലെ കരഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ്, നമ്മൾ പറയുന്ന ആ ഒരു കാര്യം ശരിയാണ് എന്നുള്ള ഒരു സിംറ്റം കാണിക്കുന്നതാണ് അവിടെ. അപ്പോൾ പറഞ്ഞു വന്നത് ദൃഷ്ടിദോഷത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ പുറമെ നിന്ന് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാം ലൈഫിലുണ്ട് എന്നുള്ള ഒരിത് വരുമ്പോഴാണ് അവിടെ ദൃഷ്ടിദോഷം വരുന്നത്. പലരും വെറുതെ നിങ്ങളോട് വന്ന് വഴക്ക് കൂടുന്നുണ്ടാവാം, തെറ്റിദ്ധാരണ കൊണ്ട് വഴക്ക് കൂടുന്നുണ്ടാവാം. നിങ്ങൾക്ക് റീസൺ അറിയ പോലും ഉണ്ടാവില്ല, ഇതെന്താണ് ഇങ്ങനെയെന്നുള്ള റീസൺ അറിയ പോലും ഉണ്ടാവില്ല, വെറുതെ വന്ന് വഴക്ക് കൂടുന്നുണ്ടാവാം. നിങ്ങളുടെ വീട്ടിൽ നിന്നാണെങ്കിലോ ഒന്നും നിങ്ങൾ ചെയ്യാത്ത കാര്യത്തിന് വേണ്ടിയായിരിക്കാം നിങ്ങളോട് വഴക്ക് കൂടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഓറയിൽ കംപ്ലീറ്റ് ഈ ഒരു നെഗറ്റീവ് എനർജീൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇനി ഈ ഒരു നെഗറ്റീവ് എനർജി ദൃഷ്ടിദോഷം അല്ലാതെ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി ഈ ഭൂമിയിലൊക്കെ ചിലർ വന്ന് എന്തെങ്കിലും കൊണ്ടുപോയി ഇടും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വെള്ളരിക്കിൻ്റെ ചെടി നടുക എന്നുള്ളതാണ്. ആ ഒരു ചെടി നട്ട് നനച്ച് പരിപാലിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ചെടിയിൽ ദേവതാ സാന്നിധ്യമുണ്ട്, പല ദേവതകളുടെയും സാന്നിധ്യം അതിലുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് ദേവതമാരുടെ സാന്നിധ്യം ഉള്ള ചെടി ആയതുകൊണ്ട് തന്നെ ആ ചെടി എന്ന് പറയുന്നത് അത്രയും ഹൈ വൈബ്രേഷനിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് ഈ ചെടിയുള്ള ഭാഗത്തോട്ടേക്ക് നെഗറ്റീവ് എനർജിക്ക് അടുക്കാൻ പറ്റില്ല. ഇനി നിങ്ങളുടെ ഭൂമിയിൽ മുന്നേ തന്നെ ഈ ബ്ലാക്ക് മാജിക് ഉണ്ടെങ്കിലും ആ ബ്ലാക്ക് മാജിക്കിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കും. എല്ലാതരം നെഗറ്റീവ് എനർജിയെയും ഇല്ലാതാക്കുന്നതാണ് ഈ എരിക്കിൻ്റെ ചെടി എന്ന് പറയുന്നത്. വെള്ളരിക്കിൻ്റെതാണ് വേണ്ടത്. അപ്പോൾ ആ ചെടി എന്ന് പറയുന്നത് ആരെങ്കിലും വന്ന് നിങ്ങളുടെ ഈ ഭൂമിയിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതവിടെ ഒരു തരത്തിലും ഇഫക്റ്റ് ചെയ്യില്ല. കാരണം ഈ ചെടീൻ്റെ പ്രസൻസ് ഉള്ള ഒരു ഏരിയയിൽ നെഗറ്റീവ് എനർജി നിൽക്കില്ല എന്നാണ് പറയുന്നത്. അത് ദേവതാ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഈ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഭൂമി വഴി വരുന്ന നെഗറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. ആ ഒരു ചെടിയുള്ള പരിസരത്ത് എവിടെയും നെഗറ്റീവ് എനർജിക്ക് നിൽക്കാൻ പറ്റില്ല. അത് അപ്പം തന്നെ അവിടുന്ന് ബേൺ ആയി പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.